നല്ല നാടൻ നെയ്യിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം ചേർത്ത് നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഗോതമ്പ് പായസം. എന്താണ് ഈ അസമയത്തൊരു ഗോതമ്പ് പായസത്തിൻ്റെ റെസിപ്പി എന്നല്ലേ? കാരണമുണ്ട്. ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ ഗസ്റ്റോ കുട്ടികളോ ഒക്കെ ചോദിക്കുമ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. കണ്ടില്ലേ എത്ര ആസ്വദിച്ചാണ് ആ ടേസ്റ്റ് അവൻ എൻജോയ് ചെയ്യുന്നതെന്ന്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നല്ലേ? ഓക്കെ, നമുക്കിത് ഉണ്ടാക്കാനായിട്ട് 1/2 കപ്പ് ഗോതമ്പാണ് ആവശ്യം. കഴുകി വൃത്തിയാക്കിയ ഗോതമ്പിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഈ ഗോതമ്പ് വെന്ത് കിട്ടാൻ നമുക്ക് 1 വിസിൽ മതിയാകും. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ അടച്ചു വച്ചതിന് ശേഷം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ശർക്കര പാനി റെഡിയാക്കാം. 1/4 കപ്പ് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ആ ശർക്കരയെല്ലാം അലിഞ്ഞ് നന്നായിട്ട് വരുന്നത് വരെ ഇത് ഇടയ്ക്കൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഏകദേശം ഈ ഒരു പരുവത്തിലെത്തുമ്പോൾ നമ്മുടെ ശർക്കരപ്പാനി റെഡിയാണ്. അപ്പോൾ ആ സമയത്തേക്ക് നമ്മുടെ ഗോതമ്പും വെന്തിട്ടുണ്ടാവും. അപ്പോൾ കുക്കർ തുറന്ന് ആ നന്നായിട്ട് വെന്ത ഗോതമ്പൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇളക്കിയതിന് ശേഷം നമുക്ക് നമ്മുടെ തയ്യാറാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. വെന്ത ഗോതമ്പിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടില്ലേ? അപ്പോൾ ഈ ശർക്കരപ്പാനിയും ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കണം. അപ്പോൾ ഈ ഗോതമ്പിൻ്റെ എല്ലാ മണികളിലേക്കും നമുക്ക് ആ ഒരു ശർക്കരയുടെ മധുരം എത്തണം. അതിനു വേണ്ടിയാണ് നന്നായിട്ട് വരട്ടിയെടുക്കുന്നത്. ഒരു 15 മിനിറ്റോളം നിങ്ങൾക്കിത് വരട്ടാവുന്നതാണ്. കണ്ടില്ല ആ ഒരു കൺസിസ്റ്റൻസി? അപ്പോൾ അതിന് ശേഷം ആ ഒരു കൺസിസ്റ്റൻസിലെത്തിയതിന് ശേഷം നമുക്കൊരു 1.5 കപ്പ് രണ്ടാം പാല്, തേങ്ങാപ്പാലിൽ നിന്നെടുത്ത് രണ്ടാം പാല് ചേർത്ത് വീണ്ടും ഇളക്കുക. ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതിൻ്റെ ഇടയിൽ നമുക്ക് ചെറിയൊരു കഷ്ണം ചുക്കും 3 ഏലക്കയും കൂടി പൊടിച്ചെടുക്കണം. അപ്പോൾ അത് മാത്രമായിട്ട് പൊടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാനൊരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് ഇത് പൊടിച്ച് ആ ഒരു മിക്സ്ചർ കൂടി ഈ സമയത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു മധുരത്തിൻ്റെയും ആ എല്ലാത്തിൻ്റെയും ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ചുക്കും ഏലക്കയും കൂടി ചേർക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കഴിയുമ്പോൾ ആ പായസത്തിൻ്റെ മണമൊക്കെ നിങ്ങൾക്ക് കിട്ടി തുടങ്ങും. അപ്പോൾ അതിനുശേഷം ആ 10 മിനിറ്റിന് ശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന 1-ാം പാല് ചേർക്കുക. 1/2 കപ്പ് 1-ാം പാലാണ് നമുക്കിവിടെ ആവശ്യം. വീണ്ടും ഇളക്കുക. 1-ാം പാല് ചേർത്തതിന് ശേഷം നമുക്ക് ഒത്തിരി നേരം ഇത് തിളപ്പിക്കേണ്ട. ഒരു 2-3 മിനിറ്റ് മാക്സിമം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പായസം റെഡിയാണ്. കണ്ടില്ലേ എത്ര എളുപ്പമാണിത്? നമുക്ക് ആകെ വേണ്ടത് ഒരു അരമണിക്കൂറാണ് ഈ പായസം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ ഒരു 3 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് പായസം കിട്ടും. അതിനുശേഷം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് 1 ടീസ്പൂൺ നാടൻ നെയ്യ് ചേർത്തിട്ട് അതിൽ നമുക്കൊരു 6-7 അണ്ടിപ്പരിപ്പിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ഒരു ബ്രൗൺ കളർ ആവുന്നവരെ മീഡിയം തീയിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം ഈ കാണുന്ന ഒരു കളർ എത്തുമ്പോൾ അതെടുത്ത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ആ നെയ്യ് നമുക്ക് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാം. ഇനി അതേ നെയ്യിലേക്ക് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു പിടുത്തം തേങ്ങാക്കൊത്ത് നമുക്ക് ഇതുപോലെ തന്നെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെയും കളറൊന്ന് മാറി അതൊരു ക്രിസ്പി ആവുന്ന വരെ നമുക്ക് ഈ നെയ്യിൽ അതൊന്ന് വറുത്തെടുക്കാം. ഈ നെയ്യിൽ ഇതൊക്കെ വറുക്കുമ്പോൾ ഒരു നല്ല സ്മെല്ലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് വറുത്തതിന് ശേഷം ആ നെയ്യും തേങ്ങാക്കൊത്തും എല്ലാം കൂടി നമ്മൾ ആദ്യം എടുത്തു വച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് തന്നെ മാറ്റാം. അതിനുശേഷം നമ്മുടെ പായസം നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്യാം. കണ്ടില്ലേ ഇതുപോലെ ആ തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും എല്ലാം ഇട്ട് പായസം നന്നായിട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് ഇതുപോലെ ഇളക്കിയെടുക്കാം. കണ്ടോ ആ പായസത്തിൻ്റെ കൺസിസ്റ്റൻസി? പാല് കൊണ്ടുള്ള പായസം മാത്രമല്ല, ഇത് നമുക്ക് വളരെ എളുപ്പമാണ്. ഇതുപോലെ ഒരു അരമണിക്കൂറിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു യമ്മി ആയിട്ടുള്ള പായസം തയ്യാറാക്കിയെടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.